ഹായ് ഫ്രണ്ട്സ്. ചില ദിവസങ്ങളിൽ നമ്മൾ രാത്രി ഉറങ്ങാനായിട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല. ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ പല പല കാര്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുക. അതായത് ഇന്ന് ഞാൻ ഒന്നും തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല, ഈ ഒരു ലൈഫ് തന്നെ എനിക്ക് ബോറിംഗ് ആണ്, എൻ്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകും, നാളെ തൊട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ആ ഒരു ദിവസം ആ ഒരു രാത്രി ചിന്തിക്കും. പക്ഷേ നെക്സ്റ്റ് ഡേ ഏതൊരുവിധ ഡിഫറൻസും ഇല്ലാതെ ആ ഒരു ഡേയും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് തന്നെയാണോ നിങ്ങളുടെ ലൈഫിലും നടക്കുന്നത്? ഇതിന് കാരണം എന്താണ്? അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണോ? ഒരിക്കലുമല്ല. നമുക്കെല്ലാവർക്കും അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. നമ്മുടെ ബോഡി ഫിറ്റ് അല്ലെങ്കിൽ അതിന് എക്സസൈസ് ചെയ്യണമെന്നറിയാം. എക്സാമിൽ മാർക്ക് കുറവാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പഠിച്ച് നെക്സ്റ്റ് ടൈം മാർക്ക് എടുക്കണമെന്നറിയാം. പണം സമ്പാദിക്കണമെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ ഒന്നും കൂടെ വളർത്തണമെന്നറിയാം. നമ്മളിൽ പകുതി ആൾക്കാർക്കും നമ്മുടെ ലൈഫിനെ അടുത്തൊരു സ്റ്റേജിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ലൈഫ് അടുത്തൊരു സ്റ്റേജിലേക്ക് മൂവ് ആവുക എന്ന് നന്നായിട്ടറിയാം. പക്ഷേ നമ്മളത് ചെയ്യില്ല. കാരണം മടി. നമ്മളിൽ പലർക്കും സാധാരണമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ് മടി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ മടി കൂടാതെ നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരും, അല്ലേ? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള സമയവും ദൂരവും എല്ലാം കുറഞ്ഞു വരും. ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് വൺ, ഫൈൻഡ് യുവർ മോട്ടിവേഷൻ. മടിക്കെതിരെ പോരാടാൻ നമുക്ക് വേണ്ടത് മോട്ടിവേഷനാണ്. വിശ്വാസം, ഉത്സാഹക്കുറവ്, ഇൻട്രസ്റ്റ്, ആത്മധൈര്യം, ആത്മവിശ്വാസം, ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മടിയന്മാരായിട്ട് മാറും. ഇപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ടി വി കാണുമ്പോഴോ മൂവി കാണുമ്പോഴോ അതിലൊന്നും നമുക്ക് മടി നമ്മൾ കാണിക്കത്തില്ല. തീർച്ചയായിട്ടും നമുക്കതിൽ മടി ഉണ്ടാവത്തില്ല. നമുക്കെല്ലാവർക്കും അതിനേക്കാളേറെ ഇൻട്രസ്റ്റ് ആവും അതിലുണ്ടാവുക, അല്ലേ? നിങ്ങളുടെ മോട്ടീവ് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന ലീഡേഴ്സ് ആവാം, എൻ്റർപ്രണേഴ്സ് ആവാം, ആർട്ടിസ്റ്റ് ആവാം, ആക്ടേഴ്സ് ആവാം, ലീഡേഴ്സ് ആവാം. ഇവരിൽ ആരാണോ നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളുടെ ഇൻസ്പിറേഷൻ, അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ കോട്ട്സുകളും നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പ്, മൊബൈല്, റൂം വാള് ഇതിലൊക്കെ നിങ്ങൾ ഒട്ടിച്ച് വയ്ക്കുക. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് മടിയായിട്ട് ലേസിനെസ്സായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ ഈ ഒരു കോട്ട്സും അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയും ഒക്കെ നിങ്ങളുടെ ആ ലേസിനെസ്സിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. ഇൻസ്പിറേഷൻ വഴി മാത്രം നമുക്ക് മോട്ടിവേഷൻ കിട്ടണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ ആ ഒരു ദിവസം ആക്റ്റീവായിട്ട് നിർത്താൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെയൊക്കെ പിക്ചേഴ്സ് രൂപത്തിലായിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണത്തക്ക രീതിയിലോ വയ്ക്കാം. നമ്മുടെ ഒപ്പം ജനിച്ചതാണ് ഈ ഒരു ലേസിനെസ്. അതിനെ ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ അതിനെതിരെ എതിർത്ത് ഫൈറ്റ് ചെയ്ത് നമുക്ക് വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ ഉടനെ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ കണ്ടെത്തുക. ആ കണ്ടെത്തിയ മോട്ടിവേഷനെ നിങ്ങൾ എപ്പോഴും കാണത്തക്ക രീതിയിൽ വയ്ക്കുക. നമ്പർ 2, മേക്ക് യുവർ എൻവിറോൺമെൻറ്റ് പ്രൊഡക്റ്റീവ്. നമ്മുടെ ലേസിനെസ്സിനും ഈ ഒരു എൻവിറോൺമെൻറ്റിനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബേക്കറിയിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ ഒന്നും മേടിക്കാതെ നിങ്ങൾ ഒരിക്കലും വീട്ടിലോട്ട് വരില്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ലൊരു ബെഡ് ഉണ്ടെന്ന് കരുതുക, അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബെഡ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ തറയിൽ കിടക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണ്, സോഷ്യൽ മീഡിയ, ഗെയിമിങ്, ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് ഇൻഫർമേഷൻ, ജങ്ക് ഫുഡ്, ഇതിനെല്ലാം കണ്ടിട്ട് നിങ്ങൾ കാണാത്ത പോലെ ഇരിക്കാൻ നമുക്ക് ഒരിക്കലും ആവില്ല. നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ ഇതിന് നിങ്ങൾ അടിമപ്പെട്ടും പോകരുത്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? ഇതിനെ നമ്മൾ ഈക്വലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് ഇൻഫർമേഷൻ, ജങ്ക് ഫുഡ്, ഇവയെല്ലാം നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ഇത് രണ്ടിനെയും ബാധിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ചായിട്ട് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശീലിക്കുക. പക്ഷേ മൊബൈൽ ഫോണ് ഒരിക്കലും നമുക്കത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല, അല്ലേ? അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടുമ്പോൾ മൊബൈൽ ഫോൺ അത്യാവശ്യം ആയിട്ട് ചിലപ്പോൾ വരില്ല. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക?
നോട്ടിഫിക്കേഷനൊക്കെ ടേൺ ഓഫ് ചെയ്തിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ നമ്മുടെ മൊബൈൽ ഫോൺ വെക്കുക. എന്നിട്ട് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത സമയം മാത്രം നമ്മൾ ആ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക. ഇത് നിങ്ങളുടെ ലേസിനെസ്സിനെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നമ്പർ 3, ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ്. നമ്മുടെ മടിക്ക് മിക്കവാറും ഇവ രണ്ടാണ് കാരണങ്ങൾ. ഒന്ന്, അധികമായിട്ടുള്ള വർക്ക്. ഈ അധികമായിട്ടുള്ള വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് വർക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ചെയ്ത് തീർക്കേണ്ടത് എന്നിങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ ഏതാണ് ചെയ്യണത് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നമ്മുടെ ടൈം വേസ്റ്റ് ആവും. രണ്ടാമത്, ഒരു പണിയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏത് പണിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ആവും. ഇത് രണ്ടിലും നിങ്ങളേത് റീസൺ പറഞ്ഞാലും അതിനുള്ള സൊല്യൂഷനാണ് ടു ഡു ലിസ്റ്റ്. ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ട്രിക്കാണ്, എനിക്കിത് വർക്ക് ആവണില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലചരക്ക് ലിസ്റ്റ് പോലെ അങ്ങോട്ട് നീട്ടി വലിച്ചു വാരി എഴുതും. ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ടുഡേ ലിസ്റ്റായിട്ട് തന്നെ കണക്കാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണം, അത് മാത്രമായിരിക്കണം ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു 3 to 5 ആക്ടിവിറ്റീസ് മാത്രമാവണം ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളൊരു 10-15 ആക്ടിവിറ്റീസൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. ആ പേടി കൊണ്ട് തന്നെ നമ്മൾ അതിൽ ഒന്നുപോലും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു 3 to 5 ടാസ്കുകൾ മാത്രം നമ്മൾ ആ ഒരു ലിസ്റ്റിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എഴുതി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് പ്രകാരം ആ ദിവസം നമ്മൾ ആ ഓരോ ടാസ്ക് വീതം വെച്ച് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ഓക്കെ. നമ്പർ 4, സെറ്റ് സം ഡെഡ് ലൈൻസ്. നമ്മുടെ റീസൺസ്, എക്സ്ക്യൂസ് ഇതിനെ നിർത്താനുള്ള ഒരേ ഒരു വഴി ഡെഡ് ലൈൻസ് ആണ്. നമ്മളിപ്പോൾ ഒന്നും പഠിക്കാതെ ഒരു വർഷം ഹാപ്പി ആയിട്ട് ഇങ്ങനെ തള്ളി നീക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു എക്സാം അടുത്ത് വരുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? സോ ഇത് തന്നെയാണ് ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഡെഡ് ലൈൻസ് നമ്മളെ പേടിപ്പിക്കും. മടിയന്മാരായിട്ട് തുടരാൻ ഒരിക്കലും നമ്മളെ അനുവദിക്കത്തില്ല. നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഡെഡ് ലൈൻസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഡെഡ് ലൈൻസ് നമ്മൾ ഒരിക്കലും സെറ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് സ്ട്രെസ് അധികമാക്കും. അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമോ അതിനേക്കാളും എക്സ്ട്രാ 1-2 ദിവസം കൂടി നമ്മൾ ആഡ് ചെയ്യാം. ആ ഒരു ഡെഡ് ലൈൻസിനകത്ത് നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ റിവാർഡൊക്കെ കൊടുക്കുക. ഓക്കെ. നമ്പർ 5, ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഡു സം എക്സസൈസ്. ഇതുവരെയും നമ്മൾ കണ്ട പോയിന്റ്സ് നമ്മുടെ മനസ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സുകളായിരുന്നു. ഇനി നമ്മുടെ ബോഡിയെ ശരിയാക്കണമെങ്കിൽ ഫുഡ് ആൻഡ് എക്സസൈസ്. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു ട്രാൻസ്ഫോമർ പോലെയാണ്. ഫുഡ് തന്നെയാണ് നമുക്കുള്ള എനർജി സോഴ്സ്. നിങ്ങൾ ആക്റ്റീവായി തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പ്രോട്ടീനും ഫൈബറും വിറ്റമിൻസും ഇതെല്ലാം ഉൾക്കൊണ്ട ഫുഡുകൾ വേണം നമ്മൾ നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക എന്ന് വെക്കുക. ദെൻ നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരു എനർജി ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്നും രാവിലെ ഏതെങ്കിലും ഒരു ചെറിയ എക്സസൈസ് ചെയ്യുക. റണ്ണിങ്ങോ സ്കിപ്പിംഗ്, സൈക്ലിംഗ്, അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ എക്സസൈസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ലേസിനെസ്സിനെ തടയാൻ സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 5 സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ലേസിനെസ്സിനെ പോരാടി ജയിച്ച് എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സണായി ഇരിക്കുക. താങ്ക് യു.